ഹലോ ഗായ്സ്. ആളിത് കാണുന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി ആണ് ഞങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത്. ഓക്കെ, ആളെ എനിക്ക് കിട്ടിയത്. എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമുണ്ട്. നീ പറഞ്ഞില്ലേ? ഇവിടെ പദ്യവും ഗൈസ്. I ever had a secret relationship. Yes. അത് ചോദിച്ചാൽ അവളുടെ കയ്യിൽ പോയിട്ട് നീ അപ്പുറത്ത് നീ ഇവിടെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്നത്തെ സെക്ഷൻ എന്താന്ന് വെച്ചാൽ ചിരിക്കുന്ന ആക്ച്വലി എന്റെ യൂട്യൂബില് 2 സെക്ഷൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇത് നമുക്ക് വേറൊരാളായിട്ട് ഇവരായിട്ട് നമുക്ക് ചെയ്യാം. എന്താ സെക്ഷൻ? Who knows me better. അപ്പൊ നമുക്കറിയാം ഇവിടെ ആരൊക്കെയാണ് കൂടുതൽ അറിയുക എന്നെ കുറിച്ച്. ഓക്കെ, ആക്ച്വലി വീഡിയോ എടുക്കുന്നത് 11:30 രാത്രി 11:30 MBA ഒക്കെ കഴിഞ്ഞ് പോവാറാവുമ്പോഴാണ് ഞങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കി വെച്ചിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടില്ല ഗൈസ്. ഞാൻ എന്തിനും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണല്ലേ. ഓക്കെ, കുറച്ച് ചോദ്യം ഞാൻ വേഗം കറക്കി കുത്തി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, തുടങ്ങാൻ പോവാം. അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം കേട്ടോ. When is my birthday? 12th September. അതെ, നമുക്ക് ഒരിത് വെക്കാം. ഫസ്റ്റ് കിട്ടണ അല്ല, ഫസ്റ്റ് ഓർമ്മ വരുന്നവർ ഇങ്ങനെ നിന്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ, അല്ലെ നിന്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ കൈബോക്കുകയാണെങ്കിൽ ശിഖമേഘമാണെങ്കിൽ അങ്ങനെ. ഓക്കെ, പോയിട്ടോ. അല്ല, നമ്മളെ രണ്ടുപേർക്കും അറിയാം. ഓക്കെ, അടച്ചു വെക്കട്ടെ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? എന്താ പേര് വിളിച്ച് പറയാമോ? പേരൊന്നും പറയണ്ട, കൈ വെക്കാൻ. ബ്ലാക്ക് ആണോ? എന്താ നീ പറയണില്ലേ? ബ്ലാക്ക് അല്ലല്ലോ. ടൈമൊക്കെ കണ്ടിട്ടോ. ബ്ലൂ ആണെന്ന് തോന്നുന്നു. എന്ത് ബ്ലൂ? ഓഷ്യൻ ബ്ലൂ. ഓഷ്യൻ ബ്ലൂ, ഐസ് ബ്ലൂ. ഐസ് ബ്ലൂ ഉറപ്പിച്ചോ? അല്ലേ ബട്ടർ അല്ലേ? ആയിരിപ്പിച്ചോ? ഇത് രണ്ടും അല്ല. ഒന്നുമല്ല. അപ്പൊ പിന്നെ റോയൽ ബ്ലൂ. ഐ ടോൾഡ് യു ബ്ലൂ ഹാഫ് എനിക്ക് മാത്രം. പിന്നെ ഹാഫ് ഒന്ന് മാർക്ക്. ബ്ലൂ ഞാൻ പറഞ്ഞ റോയൽ ബ്ലൂ ആ. വൺ ഗോട്ട് റോയൽ ബ്ലൂ. ദെൻ അടുത്ത കേട്ടോ. എന്റെ ഡ്രീം ജോബ്. ഡ്രീം ജോബ് ആണ് പറയണ്ടത്. ഏവിയേഷൻ. ഏവിയേഷൻ അല്ലേ പറയാ? ക്യാബിൻ ക്രൂ. ഏവിയേഷൻ ആണോ? ആവാണെങ്കിൽ ആവട്ടെ എന്നിട്ട് പറയാം. അപ്പൊ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. രണ്ടുപേരും പറഞ്ഞു. പിന്നെ നോക്കട്ടെ. What is my biggest fear? ഹൈറ്റ്. ഹൈറ്റ് അല്ലേ? അതാണ് എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ. ഹൈറ്റ് പേടിയാ? ഇരുട്ട് പേടിയാന്ന് തോന്നുന്നു. എനിക്ക് കൂടി അറിയില്ല. എനിക്കിതൊന്നും പേടിയില്ല. വെറുതെ പറയുന്നു. ഫിയർ ഓഫ് ലോസിങ് സമൺ മേ ബി ആയിരിക്കാം. അതെ, പറയാവുന്നതാ. നീ ഒന്ന് ആലോചിച്ചതാണ്. ഓക്കെ, അപ്പൊ ശിഖ പറഞ്ഞു. ശിഖയ്ക്ക് എത്ര പോയിന്റ്? ശിഖ 2. ഓക്കെ, അടുത്ത് നിനക്കറിയുണ്ടാവും, എല്ലാവർക്കും അറിയുണ്ടാവും. എങ്ങനത്തെ ടൈപ്പ് ഡ്രസ് ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? മോഡസ്റ്റ്. ട്രഡീഷണൽ. ട്രഡീഷണൽ ആണ് കുട്ടി, പക്ഷെ മോഡസ്റ്റ് ഇടുന്നതാണ് ഇപ്പൊ തന്നെ നിങ്ങൾ കാണും. കൂടുതൽ കുപ്പികളൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ മോഡസ്റ്റ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ അടുത്ത്. Who is my best friend?
ഫാമിലി എന്നാണോ? ഫാമിലിയോ? ഫാമിലി നല്ല ഫ്രണ്ട്സാ. ആരെ പറയുന്നല്ലേ ആലോചിക്കണത്? തേജ. കൈ പൊക്കിയിട്ട് ആദ്യം കൈ പൊക്കിയ ആർത്ത്. ഓ അങ്ങനത്തെ ആളുണ്ടല്ലോ, മറന്നുപോയി, സോറി, പേര് പോയി. ആർക്ക് കാണുന്നുണ്ടെങ്കിൽ സോറി, മറന്നുപോയതാ. അർത്താണ്, ശരിയാണ്. അർത്ഥമുണ്ട്. തേജ എന്താ പറഞ്ഞുണ്ട്, ഇപ്പൊ ഇതില് അവരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വെട്ടും. ഉണ്ട്, എന്നാലും ഇപ്പൊ എല്ലാം അറിയണത് അർത്ഥവരാണ്. പിന്നെ ശിഖ ഒരാളും കൂടി ഉണ്ട് പറയുന്നത്. വിനാശം ഉണ്ട് കേട്ടോ കോളേജില്. വെട്ടും അവൻ എന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ have I ever had a secret relationship? Yes. കൈ പൊക്കി പറയണം. Yes. Yes. ആരാ എന്റെ ചെവിയിൽ ഡയറി വായിച്ചു. അത് ഞങ്ങൾക്ക് എല്ലാം കിട്ടി. എന്തോ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു. വെറുതെ തള്ളി മറിക്കണ്. ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതുണ്ടോ മൈക്ക്? ഉണ്ടോ മൈക്ക്? ഇവിടെ ഇന്റർവ്യൂ വെച്ചേക്ക് കാണിച്ചാൽ. What makes me so emotional? കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പോകുന്നത് വിദ്യനെ കുറ്റം പറയും. വിദ്യ അങ്ങനെ വെച്ചത് അതൊക്കെ വിദ്യ അറിഞ്ഞ വിദ്യക്ക് ഭയങ്കര അത് മാത്രമൊന്നുമല്ല. ഫാമിലിയെ വിട്ടു നിൽക്കുമ്പോ നല്ല സങ്കടം വരും. എനിക്കോ? അത് നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോ ഞാൻ കണ്ടിട്ടില്ല. പട്ടി പോകും. ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ പെട്ടെന്ന് വിട്ടു വന്നാൽ ആൾക്ക് ബ്ലാ 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 കരയും. അതും പട്ടി പോകുന്നു. പിന്നെ കൂടുതൽ ചതിക്കാന്നൊക്കെ നമ്മൾ അറിയില്ല. അങ്ങനെ ശരിയാന്ന് പറയും. ശരിയാ 2 പേർക്ക് മാർക്ക്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? വെറുതെ ഇരിക്കും. പാട്ട് കേൾക്കാനായിരിക്കും. ഇവർ രണ്ടും പറയണ്ടോ? കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഇഷ്ടം. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലോസ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കുറെ കാര്യങ്ങൾക്ക് വർത്താനം തുടങ്ങി നിർത്തില്ല. അത് ശരിയാ. ഉണ്ടായ കാര്യം ക്ലാസ്സിൽ ഉണ്ടായ കാര്യം മൊത്തം പറയും. ക്ലാസ്സിലല്ല, റോട്ടിൽ വെച്ചിപ്പോ ഏതെങ്കിലും പട്ടിമൂച്ച് പണി അതൊക്കെ പക്ഷെ ഉത്തരം ശരിക്കുള്ള ഉത്തരം പറയാം. ഞാൻ ഉദ്ദേശിച്ച ഉത്തരവല്ല. എന്താ ഉദ്ദേശം? തോറ്റോ? എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ വെറുതെ വല്ല ഡാൻസിന്റെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമ്മളെങ്ങനെ കാണുന്നു? ഒറ്റയ്ക്ക് കളിച്ചിപ്പോ അങ്ങനെ ഇഷ്ടായിരിക്കും ഡാൻസ്. മേഘോന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഡാൻസ് കളിക്കാൻ ഇഷ്ടം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമ്മൾ കാണാറുണ്ടോ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യാൻ ഇഷ്ടം? പാഷൻ അതായത് അതിന്റെ എത്ര? 3. ഞങ്ങൾക്ക് എത്ര? 3 അല്ല 4. ഒന്ന് ഏവിയേഷന്റെ പറഞ്ഞു, ഒന്ന് പിന്നെ ഏതാ പറഞ്ഞേ? വലിയപ്പ ഡാൻസിന്റെ പറഞ്ഞു. പിന്നെ ഏത് പേരുടെ പറഞ്ഞേ? ഏവിയേഷൻ 2 പേരും പറഞ്ഞു. ഞാൻ നീ പറഞ്ഞില്ലേ? ഇവിടെ അടിയാവും കാര്യം. മേഘോന് ഇപ്പൊ എത്ര പോയി? 3. ആ കറക്റ്റ് നിങ്ങൾ കാണുന്നവരെ കമന്റ് ചെയ്താണ്. കണ്ടാ മതി. അതിന് വീട്ടിൽ ശരിയാന്ന് പറയണില്ല അല്ലെ? അതെ, ഞാൻ പറയണ്ടല്ലോ ശരിയാണ്. അതില് മേഘ പറഞ്ഞതാ കറക്റ്റാ. ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് കളിക്കാൻ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഡാൻസ് കളിക്കാനാണ് എനിക്കിഷ്ടം. മടിയായിരുന്നു കളിക്കില്ല. പിന്നെ ട്രഡീഷണൽ നിനക്ക് നോക്കണില്ല, അവളെ ചന്തം നോക്കാം. Have I ever ignored someone on purpose? Yes. പേര് എനിക്ക് പറയാൻ താല്പര്യമില്ല. എന്നോട് പറഞ്ഞ കാര്യത്തിൽ ആരായിരിക്കും?
ആളിത് കാണുന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി ആണ് ഞങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത്. ഓക്കെ, ആളെ എനിക്ക് കിട്ടിയത്. എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്. ഹാപ്പി ആയിരിക്കത്ര. ഇല്ല, വേണ്ട. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഡു ഐ ടെക്സ്റ്റ് മോസ്റ്റ്? എപ്പോഴും വയ്ക്കുന്നേ എടി. എവിടെ? അതെ, എടി എന്നുള്ളത് ഇവിടെ വന്നിട്ട് കിട്ടിയതാ. എനിക്ക് ഇഷ്ടമല്ല. എവിടെ? 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 ആദ്യം എവിടെ? എവിടെ എവിടെ? എവിടെ നീ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? എവിടെ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ നടക്കുന്ന സ്റ്റിക്കർ അല്ലേ, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് വിത്ത് എക്സ്ക്ലമേറ്ററി ഇടാറുണ്ട്. രണ്ടുപേരും പറഞ്ഞു, ഞാനും പറഞ്ഞു. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവാം. വാട്ട് ഈസ് ദ വേസ്റ്റ് ഡിസിഷൻ വിച്ച് ഐ എവർ മെയ്ഡ്? എന്താ പറയട്ടെ? അവരോട് എന്ത് മറന്നുപോയോ? ഇങ്ങോട്ട് വന്നായിരിക്കും, പ്രസിഡൻസിലോട്ട് വന്നായിരിക്കും. അതൊരു വേസ്റ്റ് ഡിസിഷൻ ആണ്. അത് നല്ലതാ മേഘു. മൈക്കിന്റെ കീഴെ പോകുന്നുണ്ടോ? ഇവള് പറഞ്ഞത് ശരിയാണ്. എന്താന്ന് വെച്ചാ ഇവിടേക്ക് വന്നത്, പക്ഷെ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഹാപ്പിയാണ്. കൊറേ ഫ്രണ്ട്സിനെ കിട്ടി. അതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഓക്കെ, ശരിയാണ്. അതൊക്കെയാണ്, ശരിയാണ്. നെക്സ്റ്റ്, ഞാൻ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യണ വ്യക്തിയാണ്. ഞാൻ ആദ്യം അല്ലേ? അതെ, എല്ലാവരും കണ്ടെടുക്കാൻ വഴി കൂടെ പോകുന്ന ഒരാള്. പക്ഷെ ഞാൻ ആദ്യം കൈവോക്കിയേ. ഞാൻ തന്നെ പറഞ്ഞു. ഞാൻ കണ്ടുപോയി. Who here would I block first in an argument? എന്താ? Who here would I block first in an argument? എന്തേലും ഒരു ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ ആരെയാണ് ആദ്യം ബ്ലോക്ക് ചെയ്യാറ്? ആ പ്രശ്നം ഉണ്ടാക്കിയോള് അതാരാണെന്ന് ചോദിക്കണം. പേര് പറയണോ? ഫസ്റ്റ് ലെറ്റർ വിട്രി. ബിഫോർ മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ വന്നതിന്റെ ശേഷം, ബാംഗ്ലൂർ വന്നതിന്റെ ശേഷം ഇപ്പൊ പറയുമ്പോൾ പറയുമ്പോ, എന്നാലും എന്റെ ഫ്രണ്ട്സിന്റെ ഇടയില് എന്നെ കുറിച്ച്, ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയാണോ, എന്നെ കുറിച്ച് എല്ലാം അറിയണ ഒരു ഫ്രണ്ട് ആരാ? മൊത്തത്തില് പറഞ്ഞില്ലേ? അതാ പറയുള്ളൂ. അതൊക്കെ ഇതും ഫ്രണ്ട്സ്, ലൈക്ക് എന്റെ ക്ലാസ്മേറ്റ് അങ്ങനെ വെച്ച് നോക്കും. അവിനാഷ് പുള്ളിക്കാരൻ കാലൊടിഞ്ഞ് കിടക്കാട്ടോ. അവിനാഷ് കാലൊടി കാണുന്നുണ്ടെങ്കിൽ അവിനാഷാണ് ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നാണ് സിബിയുടെ ഇട്ടിട്ട് പോയത്. പാട്ട് പാടാറിയില്ല, സോ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇടാൻ തമ്മിൽ പിണങ്ങി പോയത്. I had to swap best friends. Who would I choose? സ്വാപ്പ് ചെയ്യുന്ന ആരെയാണ് ഞാൻ ചൂസ് ചെയ്യാം? എന്നെയാണോ? എന്തൊരു കഷ്ടാ. ആര്? അവിനാശും പറഞ്ഞു. ഏതെങ്കിലും ഒരാളെ പറയാം, ഞാൻ പറയാം ഉത്തരം. കൊറേ ഉണ്ട് ഗൈസ്. അർത്തു, അവിനാശ്, തേജ, അപർണ, ഇപ്പൊ ഞങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കാം. ഇതിലിപ്പോ എങ്ങനെ സ്വാപ്പ് ചെയ്ത? സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രണ്ടുപേരല്ലേ സ്വാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറ. ബാംഗ്ലൂർ വേഴ്സസ്, അതെ, ബാംഗ്ലൂർ വേഴ്സസ് പാലക്കാട്. അങ്ങനെ പറ, ആരായിരിക്കും? ഉത്തരം പറ. കൊറേ പേരുണ്ട്, അതിൽ 2 പേരാക്കാൻ പറഞ്ഞു. If I had to unfollow one person here, who would it be?
എനിക്ക് 3-4 പേരുടെ മനസ്സ് വരുന്നുണ്ടാ. വേഗം പറയാതെ ഞാൻ പറയുള്ളൂ. അക്ഷരം കാണിച്ചാൽ മതി. അൺഫോളോ ചെയ്യാണെങ്കിലേ നീ ഞാൻ ചെവിയിലെ വരത്തുള്ളൂ. എല്ലാവർക്കും പറഞ്ഞു ഇല്ലേ? ആ ഇപ്പൊ തന്നെ ചവിട്ടിത്തുള്ളി വന്നതേ ഉള്ളൂ. എനിക്കറിയാം. അത് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? മൊണ്ണ കണ്ടോ? കേക്കത്തേ ഇല്ല. ഇതിനെയാണ് മൈക്കിന് പറയുമ്പോ സീക്രട്ട് പറയുന്നത്. ശരിയാട്ടോ. കേൾക്കണ്ട. വിച്ച് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? ചിക്കൻ. ചിക്കൻ ബിരിയാണി. ചിക്കൻ ഫുഡാണ്. ചിക്കൻ എങ്ങനെ വെച്ചാലും തിന്നും. കറി വെറുതെ തിന്നും, കബാബ് വെറുതെ തിന്നും, അച്ചാർ ഫ്രൈ വെറുതെ തിന്നും, എന്ന് വെച്ചാലും തിന്നും. ബിരിയാണി മാത്രം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ചിക്കൻ ബിരിയാണിയാണ്. മന്തി കഴിക്കത്തില്ലേ? ആ പക്ഷെ മന്തി അപ്പൊ കഴിക്കാൻ തുടങ്ങിയ ചിക്കൻ ഫ്രൈ കഴിക്കത്തില്ല വെറുതെ. ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, ചോദിക്കട്ടെ. അടുത്ത ചോദ്യം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. ഇപ്പോ എനിക്ക് യൂട്യൂബില് കറന്റ്ലി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? എന്താ കൈവക്കിട്ട് പറയാത്തെ? ആലോചിക്കാനേ. അങ്ങനെ പറയാൻ പറ്റില്ല. 2K എനിക്കറിയാം. എത്രയാന്ന് കറക്റ്റ് പറയണം. അവൾ ആലോചിച്ചല്ലോ. 2100 above. 2 point എങ്ങനെയാ? അങ്ങനെ പറഞ്ഞാൽ മതി. 2.1K ഉറപ്പിച്ചു. നീ പറ. 2.28 അല്ലല്ലോ. ഇവൾക്കത് അറിയാൻ ചാൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാ ലാസ്റ്റ് നിമിഷം നമ്മൾ ഒപ്പാ നോക്കിയത്. 2.6K ഉറപ്പിച്ചോ? 2.6. നീ പറ. 2.5 ഉറപ്പിച്ച് പറ. 2.5 ആണ് തോന്നുന്നു. ഉറപ്പിച്ചോ? അല്ല ഇത് താഴെയാ. ഇപ്പൊ കറന്റ്ലി ഇത് ഈ വീഡിയോയുടെ 6 ആയിരിക്കണം. അല്ലെങ്കിൽ മേഘു ആക്കും. അപ്പൊ If my life was a movie, what would the title be? If my life was a movie, എന്താ ചിരിക്കണം? What would be the title be? ആർക്കും വേണ്ടാത്തവൻ. വലിയ നിലയിലെത്തോളി. അവളോ? ഞാനോ? ഉയരങ്ങളിലേക്ക്. നൃത്തം, നടനം. എന്റെ ജീവിതം ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ അതാണോ? ട്രാജഡി. എല്ലാം വരുന്ന ഒരു നൃത്തം. വിചാരിക്കാണ്ടല്ലോ ഓരോന്ന് വരണേ. ഓരോന്ന് എന്റെ തലേക്ക് വരണേ. പറഞ്ഞ ട്രാജഡി. ഡ്രാമ, റൊമാൻറ്റിക്. അയ്യോ അതില്ല, സോറി. കഥയില്ലത് ജീവിതം. ഇല്ലാത്ത ജീവിതം. അതില്ലാത്ത ജീവിതം. എന്തായാലും കഥ തുടരും. അതെ അതെ അതെ, കഥ തുടരും. അപ്പൊ നെക്സ്റ്റ് ചോദ്യം. എനിക്ക് പ്ലസ് ടുവില് എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു? 96 94 ആണ്. 94 above ആണെന്ന് തോന്നുന്നു. പ്ലസ് ടു അല്ലേ? പ്ലസ് ടു എനിക്കറിയില്ല. ഞാൻ വെച്ച് പറയാൻ പഠിപ്പായിരുന്നു. 94 95 96 ആണ്, അല്ലെ 93? ഇതിലേതോ 92 95 എന്റെ ഇടയിൽ അല്ലേ? കൊമേഴ്സ് അല്ലായിരുന്നു? 92 95 ഉള്ളിൽ കേട്ടാ. ഞാൻ എന്നൊക്കെ കൂടുതലുണ്ടായിരുന്നു എനിക്ക് ഉറപ്പ്. 92 95 90 തൊട്ട് 95 ഇടയിൽ. 91 92 93 94 91 അല്ല, 92 93. ഉറപ്പിച്ചൊന്ന് പറ, വേഗം പോലെ കട്ടാവും. എനിക്ക് അറിഞ്ഞൂടാ. 94 ടു ആ സമയം ഞാൻ പറയാം. 90%. എന്നൊക്കെ കുറവ്. പ്ലസ് ടുവിൽ 90 ഉണ്ടായിരുന്നു.
ഞാൻ എന്റെ പറഞ്ഞ നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി? ആരെങ്കിലും ഇട്ടിട്ട് പോകുന്നുള്ളത്, കൂടെ ഉണ്ടായിരുന്നവര് ഒരു ഇതിലെത്തുമ്പോ. നെക്സ്റ്റ് നീ പറ. ഇൻസെക്യൂരിറ്റി അല്ലേ? അത് ചേരുവോ ഇത് ചേരുവോ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ. എന്തേലും ഇടുമ്പോ ഗൈസ്, എന്തേലും ഇടുമ്പോ അല്ല എന്തേലും രീതിയിൽ ഇപ്പൊ ഒരുങ്ങുമ്പോ എനിക്കിത് ചേരുവോ, ഇത് ചേരുവോ, ഇത് ചേരുവോ അങ്ങനെ സംഭവമുണ്ട്. ഇവൻ ഈ ഡ്രസ് ഇടുമ്പോ തന്നെ ഇത് ചേരുന്നുണ്ടോ, എനിക്ക് ചേരുന്നുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അതൊരു ഇൻസെക്യൂരിറ്റി ആണ് നമുക്ക്. ഇത് ഇൻസെക്യൂരിറ്റി അല്ലേ? ശരി 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 ശരി, അതൊരു ഇൻസെക്യൂരിറ്റി ആണ്. എന്റെ 2 പോസ്റ്റ്, ഇത് അങ്ങനത്തെ ചോദ്യം വേണം പറയാം, എന്നാലും എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാം. പോരയില്ലത്. എന്റെ പോസിറ്റീവ് സൈഡ്, 2 പോസിറ്റീവും 2 നെഗറ്റീവും. ആദ്യമേക്ക് പറഞ്ഞു. 2 നെഗറ്റീവില്, ഒന്ന് എല്ലാരും കണ്ണടച്ച് വിശ്വസിക്കും. മീൻസ് എന്താ പറയാ, അങ്ങനെ നമ്മള് പെട്ടെന്ന് ഒരാളെ ഇതാക്കല്ലേ, അങ്ങനെ. 2, പിന്നെ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അവരങ്ങനെ ആവണം, അവരിങ്ങനെ ആവണം, അവരെന്ത് എന്റെ അടുത്ത് എന്തിനങ്ങനെ ചെയ്തു. 10,000 വട്ടം. മീൻസ് മറ്റുള്ളവരെ നമ്മൾ ഇതാക്കാൻ നോക്കില്ല എപ്പോഴും. അല്ല, അവരെപ്പോഴും ഇതാക്കി നമ്മളത് നോക്കാണ്ട്, അങ്ങനത്തെ എന്നെ നോക്കാണ്ട് ഞാൻ വേറൊരാളെ അങ്ങനെ. ഇതാണ് രണ്ടാണ് എനിക്ക് ഭയങ്കര നെഗറ്റീവായി തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ ചിലപ്പോ തലയില് തീ പിടിച്ചടക്കായിരിക്കും, എന്നാലും അതില്ല. അപ്പുറത്ത് പോയിട്ട് അവരുടെ അങ്ങനെ പറയണ്ടായിരുന്നില്ലേ, 100 തവണ ചോദിച്ചോണ്ടിരിക്കും, ലൈക്ക് പ്രതീക്ഷ ഇങ്ങനെ ചോദിക്കും. ഇതാണ് 2 നെഗറ്റീവ്. നെഗറ്റീവ് പറഞ്ഞു. എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? അവസാനം എല്ലാരും കണ്ണടച്ച് വിശ്വസിക്കുക. അതൊരു വൃത്തികെട്ട സ്വഭാവമാണ്. പിന്നെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിയർ ഓഫ് ലോസിങ് സമ്മൺ. പോവുകയാണെ പോട്ടെ നോക്കണം. ഇങ്ങനെ അവര് പോവോന്ന് ഓർത്തിട്ട് പല കാര്യങ്ങളും പറയാറില്ല. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടവരാ, അവർക്കതില്ലെങ്കിൽ നമ്മൾ ചെയ്യണോ? ഒരു പരിധി വരെക്കും നമ്മൾ ആ പരിധി ലിമിറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊരു നെഗറ്റീവാ. പിന്നെ എന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ പറയുകയാണെങ്കിൽ ലൈക്ക് ഓവർ തിങ്കിങ് ആൻഡ് എടുത്തുചാട്ടം, ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും വീട്ടുകാരാണെ പോലും എൽഡസ്റ്റ് ഇതിലുള്ള ആര് പറഞ്ഞാലും അത് പെട്ടെന്നൊന്നും തലയിൽ കയറില്ല. പിന്നെ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവലാ. പറഞ്ഞ് ഇതാക്കിയാ പോലും താവട്ടറിയില്ല. എന്നെ കുറ്റം പറയണ എന്റെ യൂട്യൂബ് ചാനലോ എന്താ പറയാ, നല്ല സ്നേഹമുള്ള കുട്ടിയാണ് കേട്ടോ, മനസ്സിലാക്കുന്ന കുട്ടിയാണ് കേട്ടോ, എല്ലാരും പൊന്നു പോലെ നോക്കുന്ന കുട്ടിയാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, മനസ്സിലാക്കുന്ന കുട്ടിയാണ്. നമുക്ക് വേണ്ടി പിന്നെ പറഞ്ഞ ചെയ്തു തരൊക്കെ ചെയ്യും. ഇടയ്ക്കൊരു മടിയുണ്ട്, എന്നാലും കാര്യങ്ങള് ചെയ്തൊക്കെ തരും. ഞാൻ പറയാം, ഗുഡ് പേഴ്സണാലിറ്റി ആണ്. ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ നല്ല ക്യാരക്ടറിനൊരു ഉടമയാണ്. ബട്ട് അത് പലർക്കും അറിയില്ല, അറിയാണ്ട് പല ആൾക്കാരും പോയിരുന്നു. നമ്മള് ചെല്ലുമ്പോഴേക്കും നമുക്ക് ഇതാവില്ലല്ലോ, നമ്മളൊരു ക്യാരക്ടർ സെറ്റ് വരുമ്പോഴേ നമുക്ക് അവരെ കറക്റ്റ് ആയിട്ട് പിന്നെ നല്ലൊരു സപ്പോർട്ടറാണ്. നമ്മൾ എന്ത് കാര്യത്തിൽ അത് പോസിറ്റീവ് ആണെ പോസിറ്റീവായിട്ട്, നെഗറ്റീവ് ആണെ അപ്പ വേണ്ട എന്ന് പറഞ്ഞു. അത് ചിലവരിപ്പോൾ ചില ടൈമിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതൊന്നും വേണ്ട. ഞാൻ എന്റെ പേഴ്സണൽ എന്റെ പേഴ്സണൽ കാര്യം എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയും, അത് നേരെ മനസ്സിലാക്കണം. ശിവ, വാട്ട് ഈസ് മൈ ഫണ്ണിയസ്റ്റ് എക്സ്ക്യൂസ് ടു അവോയ്ഡ് സംതിങ്? ഫണ്ണിയസ്റ്റ് എക്സ്ക്യൂസ് ടു അവോയ്ഡ് സംതിങ്. ഫണ്ണിയസ്റ്റ് ആയിട്ട് ലൈക്ക് അങ്ങനെ അല്ലല്ലോ പറയാറ്, എല്ലാം ഒരു ടോൺ ആയിരിക്കും. എസ്പെഷ്യലി മെസ്സേജ് ആണെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല, അത് ഫണ്ണി ആണോ സീരിയസ് ആണോ മനസ്സിലാവില്ല. അത് ഫീൽ ചെയ്ത പലരും ഇത് കാണുന്നുണ്ടായിരിക്കും. ഞാൻ എന്നെ തന്നെ ഉദ്ദേശിച്ചത്. ചോദ്യം കൂടി, വാട്ട് ഈസ് മൈ ഓവർ തിങ്ക് അറ്റ് 2 AM ടോപ്പിക്? എനിക്കതന്നെ പറയാനുള്ളൂ. What is the dumbest
thing which I have ever cried about. അയ്യോ ഡംബസ്റ്റ് തിങ് ആണ്. യെസ് എനിക്കത് ഡംബസ്റ്റ് അതിപ്പോ നിനക്ക് പറയട്ടോ ശരിക്കും ഇവിടെ പറഞ്ഞത് ഓണർ പോട്ടെ വരണ്ടവർ വരട്ടെ. അപ്പൊ guys നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അതെ നമുക്ക് ഇപ്പൊ കറക്റ്റ് 11:54 ഇവിടെ ചിലവര് ബർത്ത്ഡേ ആണ്. ഇത് ആക്ച്വലി പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് വീഡിയോസ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ഏത് ദിവസമാണ് ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്തൊരു ദിവസം? ലൈക്ക് ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഗോവ ഡേയ്സ് കിട്ടിയ ദിവസം, എന്റെ ലൈഫിൽ തന്നെ ഒരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയ, അല്ലെങ്കിൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസം. സെറിബ്രം അച്ചീവ്മെന്റ് കിട്ടിയില്ലേ? എന്തോരം ആണ് ഞാൻ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചാതെ ടീച്ചറായിട്ട് അന്ന് കാശൊക്കെ മേടിച്ച് ഡയറിയിൽ കണ്ടാട്ടോ. അത് ഡയറി കണ്ടിട്ട് പറഞ്ഞാണല്ലേ. ഒരെണ്ണം കൂടി ഉണ്ട് പറയുകയാണെങ്കിൽ ഒരെണ്ണം കൂടി ഉണ്ട്. അച്ചീവ്മെന്റ് ഒരെണ്ണം കൂടെ പറഞ്ഞു. ഞാൻ മനസ്സിൽ അതുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അറിയോ? നിനക്ക് ആലോചിക്കല്ലേ അപ്പൊ അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമൊന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഓർമ്മ ഉള്ളത് ചോദിച്ചു. എന്നെ എല്ലാവരും ഇപ്പൊ സ്റ്റിൽ ഇപ്പൊ അടക്കം കളിയാക്കിയതും യൂട്യൂബർ എന്നുള്ള ഇതിലാണോ? എല്ലാരും യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അറിയാലോ. അങ്ങനെയാണോ? അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഇപ്പൊ വരുമ്പോഴടക്കം എന്നെ കളിയാക്കിയിട്ടുള്ളൂ. തോറ്റോ? തോറ്റു പറയാ, ഞാൻ പറയാം. ഡാൻസറോ? ഞാൻ അറിഞ്ഞൂടാ ഗൈസ്. തോറ്റോ? എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആ ഒരു അത് സോറി മറന്നു. നമ്മൾ പെട്ടെന്ന് എന്റെ ഫ്രണ്ട്സിനൊന്നും വില ഇല്ല. എനിക്കത് ഭയങ്കര ഒരു ഗിന്നസ് റെക്കോർഡറാന്ന് ഹോൾഡറാന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഒരു ഇതല്ല. ഞങ്ങൾക്ക് ഇനി പറയാലോ എന്നാ ഞങ്ങളുടെ ആളാ നിങ്ങൾക്ക് പറയാം. അതെ, ഇനി കൊറേ അച്ചീവ് ചെയ്യാൻ പറ്റിട്ടല്ലേ. അതൊക്കെ ഇനി കാണിക്കല് യൂട്യൂബില് അതൊക്കെ അതല്ല തെളിവിന് കാണിക്കാം. അതൊക്കെ വരും വഴികളിൽ നമ്മൾ അറിയിക്കുന്നതാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലിപ്പോ ആരെ ജയിച്ച ആരെ തോറ്റെന്ന് പറയുന്നില്ല. ഈക്വലാണ്. നമ്മുടെ ശിഖാമണിയുടെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. 3 കൂടെ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ അപ്പൊ പോണതിന്റെ മുമ്പ് ചെറിയൊരു വീഡിയോ എടുത്താണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. പിന്നെന്താ, അപ്പൊ ഇനി ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വ്ളോഗ് ആയിരിക്കും ഇവരൊക്കെ ഉള്ളത്. അപ്പൊ ഇനി വ്ളോഗ് ഇടുമോന്ന് അറിയില്ല. എന്താന്ന് വെച്ചാ കഴിഞ്ഞ് ബാംഗ്ലൂർ ആ സമയത്ത് കഴിഞ്ഞപ്പോ ഇനി വ്ളോഗ് ഇനി ഇവര് നാട്ടിൽ വരുമ്പോ നമുക്ക് വ്ളോഗ് എടുക്കാം. നമ്മൾ പാലക്കാട് ലാൻഡ് ചെയ്യുന്നതായിരിക്കും പോയി കഴിഞ്ഞ ഉടനെ. അതെ, മിസ് ചെയ്യാം ഓഫ് കോഴ്സ് മിസ് ചെയ്യും. നമുക്ക് അറിയാൻ വേണ്ടി ഇവര് പിടിച്ചു വെച്ചിരിക്കാന്ന് തോന്നുന്നു. കണ്ണ് വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ മാലാഖപ്പൂ. അപ്പൊ ഇനി വരും വഴികളിൽ പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിരുന്നു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.